എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് അനുതാപം പശ്ചാത്താപമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബൈബിൾ വാക്യങ്ങൾ. അതായത് ഒരു മനുഷ്യന് തെറ്റു പറ്റി എന്ന് തോന്നുന്ന നിമിഷം നമ്മൾ ആ തെറ്റ് ദൈവത്തോട് ഏറ്റു പറയുമ്പോഴത്തേക്കും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കും അവിടെ അർഹരായി തീരുവാണ്. ദൈവം പറയുന്നുണ്ട്, എൻ്റെ കോപം പിൻവലിക്കാൻ ദൈവം സദാ സന്നദ്ധമായിരുന്നു. ഹൃദയം തുറന്നുള്ള നമ്മുടെ അനുതാപം, പിന്നെ ഉപവാസത്തോടെയുള്ള നമ്മുടെ പ്രാർത്ഥന, അതൊരു പ്രായശ്ചിത്ത ബലിയായിട്ടാണ്. നമ്മൾ ഉപവാസം എന്നൊക്കെ പറയുന്നത് ശക്തമായ പ്രാർത്ഥനയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയെല്ലാം നമ്മൾ പശ്ചാത്താപവും അനുതാപവുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. പിന്നെ പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴത്തേക്കും എനിക്കിതിനകത്ത് കണക്റ്റായിട്ട് തന്നേക്കുന്ന ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിതെറ്റിയ ആടിൻ്റെ ഉപമ. വഴിതെറ്റിയ ആടിൻ്റെ ഉപമ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട്. എന്താ, ഒരാട്ടിടയന് 100 ആടുകളുണ്ടായിരിക്കെ 99 എണ്ണത്തിനെയും കളഞ്ഞിട്ട് നഷ്ടപ്പെട്ട ഒരാടിനെ തേടി പോകുന്ന ഒരു ആടിനെ തേടി ഒരിടയൻ പോകുമ്പോൾ എന്താ പറയുക, നഷ്ടപ്പെട്ട ആടിനെ കണ്ടു കിട്ടുമ്പോഴത്തേക്കും ഇടയൻ സന്തോഷിച്ചു. എന്നിട്ട് ആ സന്തോഷം എല്ലാവരോടും പറയുന്ന ഭാഗങ്ങളൊക്കെ ആ ഉപമയെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ദൈവം അവിടെ ഒരു ബൈബിൾ വാചകമായിട്ട് പറയുന്നുണ്ട്, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ എന്നതിലുപരി അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന് പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അതാണ് അനുതാപം എന്നുള്ള ആ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പുതിയ നിയമത്തിലെ ഒരു ഇതായിട്ട് ടോപ്പിക്കായിട്ട് എനിക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം എന്താ സൂചിപ്പിക്കുന്നത്, നമ്മൾ തെറ്റ് ചെയ്തെന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ, അനുതാപത്തിൻ്റെ ഹൃദയത്തോടെ, പശ്ചാത്താപത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നമ്മളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ എന്താ പറയുക, ദൈവം ക്ഷമാശീലനും സ്നേഹസമ്പന്നനും കരുണാസമ്പന്നനുമാണ്. അവിടുത്തെ കോപം എപ്പോൾ വേണമെങ്കിലും സദാ പിൻവലിക്കാൻ സന്നദ്ധനായിട്ടാണ് ദൈവം അവിടെ നിൽക്കുന്നത്. അതായത് നമ്മളുടെ യഥാർത്ഥ ഹൃദയത്തിൽ, അതായത് നമ്മുടെ ഹൃദയം തുറന്നുള്ള ദൈവത്തോടുള്ള നമ്മുടെ ഏറ്റുപറച്ചിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മളെ അർഹരാക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളിലൂടെ അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് സമയത്ത് നമ്മളൊക്കെ പലപ്പോഴും കാലിടറി വീണിട്ടുണ്ട്. തെറ്റ് പറ്റിയതായിട്ട് മനുഷ്യനൊരിക്കലും പൂർണ്ണനല്ല, ദൈവത്തെ പോലെ മനുഷ്യനൊരിക്കലും പൂർണ്ണനല്ല. അപ്പോൾ എന്താ പറയുക, മനുഷ്യൻ എപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്നത് നന്മകളെക്കാൾ ഏറെ മനുഷ്യനിൽ തെറ്റുകളാണ് കൂടുതലും. പക്ഷേ അതെല്ലാം അവിടുത്തോട് ഏറ്റുപറഞ്ഞ് നമ്മൾ അവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ദൈവം പിന്നെ പറയുന്നത്, പിന്നെ ദൈവം കാരുണ്യത്തിൻ്റെ ഭാഗങ്ങളാണ്, അതായത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ബൈബിളിൽ ഓരോ ഭാഗങ്ങളിലും കാണുന്നത്. അപ്പം നമുക്ക് എന്താ വേണ്ടത്, അനുതപിക്കുന്ന ഒരു ഹൃദയമാണ്. നമ്മുടെ തെറ്റുകൾ ഓർത്ത് അനുതപിക്കുന്ന ഒരു ഹൃദയം, പശ്ചാത്തപിക്കുന്ന ഒരു ഹൃദയമാണ് നമ്മളിൽ ദൈവം കാണുന്നത്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് അർഹരാകും. അപ്പോൾ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, അകൃത്യങ്ങൾക്ക് മാപ്പും പാപത്തിന് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാനെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പം തെറ്റുപറ്റിയാൽ നമ്മളത് നമ്മുടെ ദൈവത്തോട് പൂർണ്ണമായി ഏറ്റുപറയുക. അപ്പോൾ കാരുണ്യവാനായ ദൈവം കാരുണ്യത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നമ്മളെ ചേർത്ത് നിർത്തുമെന്നാണ് ഈ ഭാഗങ്ങളിൽ നമ്മൾ പറയുന്നത്, ബൈബിൾ ഭാഗങ്ങളിൽ നമ്മളോട് ദൈവം പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള കൊച്ചു ടോപ്പിക്ക്, ഇതൊന്നും ശരിക്കും ഞാൻ ബൈബിൾ പഠിച്ച് കാണാപ്പാഠം പഠിച്ച് എനിക്ക് മനസ്സിൽ ഓരോ ആശയങ്ങൾ തരുന്നു. അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്
തരുന്നത് നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു. ഈ ബൈബിളിലെല്ലാം ഇത്രയും ഓരോ ഭാഗങ്ങളിൽ എവിടെയൊക്കെയാണെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അത്രമേൽ ബൈബിൾ അറിയുന്നവർക്ക് മാത്രം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ആശയങ്ങൾ തരുമ്പോൾ ഞാനത് റിലേറ്റഡ് ആയിട്ട് കണ്ടുപിടിച്ച് ഞാനത് ഓരോന്നും നോട്ട് ചെയ്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനോട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് എൻ്റേതായ ഭാഷകൾ ഞാൻ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ഒരു പക്ഷേ തെറ്റുകൾ പറ്റിയേക്കാം. അപ്പോൾ അതെല്ലാം എന്താ പറയുക, ഞാനും പൂർണ്ണ എനിക്കും എല്ലാ അറിവും തികഞ്ഞ ഒരാളല്ല ഞാൻ. അപ്പോൾ എന്നിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് പോസിറ്റീവ് തിങ്സ്, ഇതുപോലുള്ള ഒരുപാട് ആശയങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ പല സിറ്റുവേഷനുകളും തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എന്നിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അതിൻ്റെ ബേസിക്കിലാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. അല്ലാതെ എനിക്ക് ഇതിലെല്ലാം വലിയ അറിവും ഇതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാൻ ഏറ്റവും എന്താ പറയുക, സീറോ എന്ന് പറയുന്ന ഒരു ഭാഗവും ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാനും ഇതെല്ലാം മനസ്സിലാക്കി ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൽ, ആ ഒരു കാരുണ്യത്തിൽ ജീവിച്ചു വരുന്ന വ്യക്തിയാണ്. അപ്പം അതിലെന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ പറയുന്നതിൽ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും സദയം ക്ഷമിക്കുക എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുണ്ട്. കാരണം ഇന്നലെ എന്തൊക്കെയോ ഒരു ചെറിയ പാർട്ട് എന്തോ അത് എൻ്റെ രീതിയിൽ പറഞ്ഞപ്പോൾ വന്ന് മനസ്സിലാക്കിയതിൽ തെറ്റുകളാവാം. അതുപോലെയൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കുക, ഞാനും ഇത് എനിക്ക് തരുന്ന ആശയങ്ങൾ നിങ്ങളിലായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഞാനിത് ഈ വചനങ്ങൾ പോലും ശരിക്കും ഇതെവിടേക്ക് കണക്റ്റഡായി കിടക്കണമെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ഇത് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ ഞാൻ അതെല്ലാം നോട്ട് ചെയ്താണ് നിങ്ങൾക്കിപ്പോൾ ഓരോന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനും 0 to 0 തുടങ്ങുന്നതാണ് എന്ന് ഓർക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഫോളോ ചെയ്യുക. വേറൊരു ടോപ്പിക്കുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.